നമസ്കാരം. പശ്ചിമേഷ്യ ഇന്ന് ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ മേഖലയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളായതോടെ ആഗോള സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇറാനെതിരെ സ്വീകരിക്കുന്ന കർശനമായ നിലപാടുകളും മറുപടിയായി ഇറാൻ നൽകുന്ന പ്രതികരണങ്ങളും മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിലുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പോലും അസ്ഥിരമായി തുടരുന്ന സാഹചര്യത്തിൽ ടെഹ്റാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഫോടനങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം സമയം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. താൻ ആണവായുധങ്ങൾ പ്രയോഗിക്കില്ല എന്നും എന്നാൽ പരമ്പരാഗതമായ സൈനിക മാർഗങ്ങളിലൂടെ ഇറാൻ ഇതിനകം തന്നെ ദുർബലപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് ട്രംപിന്റെ വാദം. ആണവായുധങ്ങളുടെ ഉപയോഗം ആരും ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോഴും അമേരിക്കയുടെ സൈനിക ശക്തി ഇറാൻ നേരിടേണ്ടി വരുമെന്ന ഭീഷണിയാണ് ഇതിലൂടെ തെളിയുന്നത്. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള പ്രസ്താവനകൾ ഈ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായി ഒരു സമാധാന കരാറിലെത്തുവാൻ അവർക്ക് ലഭിച്ചിരിക്കുന്ന സമയം അതിവേഗം കുറഞ്ഞു വരികയാണെന്നും രാജ്യത്തിന്റെ സൈനിക ശേഷിയും നേതൃത്വവും വലിയ തോതിൽ തകർക്കപ്പെട്ടിട്ടുണ്ടെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഈ സംഘർഷത്തിൽ സൈനികമായ ഇടപെടലുകൾക്ക് അമേരിക്ക വലിയ മുൻഗണനയാണ് നൽകുന്നത്. മേഖലയിലേക്ക് മൂന്നാമതൊരു അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ കൂടി എത്തിയതോടെ യുദ്ധസന്നാഹം കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. USS ജോർജ് H.W. ബുഷ് എന്ന കൂറ്റൻ വിമാനവാഹിനി കപ്പൽ മധ്യപൂർവേഷ്യയിൽ എത്തിയത് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു. നിലവിൽ 2 കപ്പലുകൾ ഇതിനകം തന്നെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തെ ഇന്ധന വിതരണത്തിന്റെ 1/5 നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. ഈ പാത ഉപരോധിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ നിക്ഷേപിക്കുവാൻ ശ്രമിക്കുന്ന ഏത് ഇറാനിയൻ ബോട്ടുകളെ നശിപ്പിക്കുവാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് ട്രംപ് നേരിട്ടാണ് ഉത്തരവ് നൽകിയത്. ഈ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എങ്കിലും നിലവിൽ അവ അനിശ്ചിതത്വത്തിലാണ്. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ചർച്ചകൾ ഇതുവരെയും ഫലവത്തായിട്ടില്ല. നയതന്ത്ര തലത്തിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തത് മേഖലയിൽ യുദ്ധത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ടെഹ്റാനിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ ദുർബലമായിരിക്കുകയാണ്. ഈ സ്ഫോടനങ്ങളുടെ കാരണം വ്യക്തമല്ല എങ്കിലും ഇസ്രയേലിന് ഇതിന് പങ്കില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഏതായാലും സംഘർഷം ലഘൂകരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ ഈ സംഭവങ്ങൾ തകിടം മറിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഈ സംഭവ വികാസങ്ങളെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും. നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തുക എന്നത് മാത്രമാണ് ഏക പോംവഴി എങ്കിലും ഇരുഭാഗത്തു നിന്നുള്ള വാശിയേറിയ നിലപാടുകൾ അതിന് വലിയ തടസ്സമായി നിൽക്കുന്നു. ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന യുദ്ധത്തിന്റെ വക്കിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായ കൂറ്റൻ ആണവ വിമാനവാഹിനി കപ്പലായ USS ജോർജ് H.W. ബുഷ് വ്യാഴാഴ്ചയാണ് മേഖലയിൽ എത്തിച്ചേർന്നതെന്ന് US സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇതോടെ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കയുടെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളുടെ എണ്ണം നേരത്തെ പറഞ്ഞതുപോലെ 3 ഉയർന്നിട്ടുണ്ട്. ഏപ്രിൽ 23 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US സെൻട്രൽ കമാൻഡ് പ്രവർത്തന മേഖലയിലാണ് ഈ കപ്പൽ എത്തിയിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ അണിനിരത്തിയ കപ്പലിന്റെ ഡെക്കിന്റെ ചിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സൈനിക കമാൻഡ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാനുമായി നിലനിൽക്കുന്ന നയതന്ത്ര പ്രതിസന്ധികളും ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥയും പരിഗണിച്ച് അമേരിക്ക നടത്തുന്ന നിർണായകമായ സൈനിക നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ലാത്ത സാഹചര്യത്തിൽ മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുവാനും തന്ത്രപ്രധാനമായ കടൽപാതകളിലെ നിയന്ത്രണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. മൂന്നാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി എത്തിയതോടെ പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സ്വീകരിക്കുന്ന കർശനമായ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഈ സൈനിക വിന്യാസം ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുമെന്നത് ഉറപ്പായ കാര്യമാണ്. അമേരിക്ക തന്റെ 3ാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി വിന്യസിച്ചതോടെ പാകിസ്ഥാന്റെ മധ്യസ്ഥ നീക്കങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്ക് വേദി ഒരുക്കുമ്പോഴും മറുവശത്ത് അമേരിക്കയുടെ അമിതമായ സൈനിക ശക്തി പ്രകടനം പാകിസ്ഥാന്റെ ഈ നയതന്ത്ര ദൗത്യത്തിന്റെ വിശ്വാസ്യതയും സ്വാധീനത്തെയും വലിയതോതിൽ ചോദ്യം ചെയ്യും. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്ക് വേദി ഒരുക്കുമ്പോഴും മറുവശത്ത് അമേരിക്കയുടെ അമിതമായ സൈനിക ശക്തി പ്രകടനം പാകിസ്ഥാന്റെ ഈ നയതന്ത്ര ദൗത്യത്തിന്റെ വിശ്വാസ്യതയും സ്വാധീനത്തെയും വലിയതോതിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ മധ്യസ്ഥ ശ്രമങ്ങൾ അവരുടെ രാഷ്ട്രീയ പക്വതയുടെ പരീക്ഷണമാണ്.
ഇറാനുമായുള്ള ചരിത്രപരമായ ബന്ധവും അമേരിക്കയുമായുള്ള തന്ത്രപരമായ സൗഹൃദവും ഒരേ സമയം നിലനിർത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ പുതിയ സൈനിക വിന്യാസം ഈ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഒന്നാണ്. മൂന്നാമതൊരു വിമാനവാഹിനി കപ്പലിന്റെ കടന്നുവരവ് കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ഇറാനെതിരെയുള്ള കടുത്ത സമ്മർദ്ദ തന്ത്രമാണ്. ഇത്തരം സൈനിക നടപടികൾ നടന്നുകൊണ്ടിരിക്കെ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പാകിസ്ഥാന്റെ വാക്കുകൾക്ക് എത്രത്തോളം വിലയുണ്ടാകുമെന്നത് ഗൗരവകരമായ ചോദ്യമാണ്. സമാധാനം പറയുമ്പോൾ തന്നെ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ വർദ്ധിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾക്ക് പാകിസ്ഥാന് കാര്യമായ സ്വാധീനമില്ല എന്ന ചിന്തയിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ ഈ നീക്കം പാകിസ്ഥാന്റെ നയതന്ത്രപരമായ വിശ്വാസത്തെ സംശയത്തിന് നിഴലിലാക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഭരണകൂടം നൽകുന്ന വാഗ്ദാനങ്ങളും പാകിസ്ഥാൻ കൈമാറുന്ന സമാധാന ഫോർമുലകളും എത്രത്തോളം ആത്മാർത്ഥമാണെന്ന ആശങ്കകൾ അവർക്കുണ്ടാകാം. കാരണം ചർച്ചകൾ നടക്കുമ്പോഴും ഇപ്പുറത്ത് ഉപരോധങ്ങളും സൈനിക ഭീഷണികളും തുടരുന്നത് അമേരിക്ക ഈ സമാധാന ശ്രമങ്ങളെ ഒരു തന്ത്രപരമായ ഇടവേളയായി മാത്രമാണോ കാണുന്നത് എന്ന ചോദ്യം ഉയർത്തുന്നു. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഒരു നിഷ്പക്ഷ മധ്യസ്ഥനായി തുടരാൻ ശ്രമിച്ചാലും അമേരിക്കയുടെ സൈനിക അജണ്ടകൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ശബ്ദം ദുർബലമാകും. അമേരിക്കയോട് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ തന്നെ സ്വന്തം മണ്ണിൽ നിന്ന് അയക്കുന്ന സന്ദേശങ്ങൾ അമേരിക്കയുടെ സൈനിക ശക്തിയുടെ നിഴലിൽ അപ്രസക്തമാകും. കൂടാതെ ഇറാനിലെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഈ നടപടി ഒരു ഒത്തുതീർപ്പ് എന്നതിലുപരി കീഴടങ്ങലിനുള്ള സമ്മർദ്ദമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ സമയം അവസാനിക്കുന്നു എന്ന മുന്നറിയിപ്പും ഒപ്പം 3 വിമാനവാഹിനി കപ്പലുകൾ മേഖലയിൽ നിലയുറപ്പിച്ചതും ഇറാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന സമാധാന പാതയുടെ വിശ്വാസ്യതയെ കളയുന്നതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പാകിസ്ഥാന് മധ്യസ്ഥൻ എന്ന നിലയിൽ തന്റെ അധികാരം ഉറപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇരുവശത്തെയും തൃപ്തിപ്പെടുത്തി ചർച്ചകളിലേക്ക് കൊണ്ടുവരിക എന്ന ബുദ്ധിമുട്ടേറിയ ദൗത്യം നിർവഹിക്കപ്പെടുമ്പോൾ അമേരിക്കയുടെ ഈ കടുപ്പമേറിയ സൈനിക നയം പാകിസ്ഥാന്റെ നയതന്ത്ര ചതുരംഗക്കളത്തിലെ കരുനീക്കങ്ങളെ വല്ലാതെ ബാധിക്കുന്നു. ചുരുക്കത്തിൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ വലിയൊരു പ്രതിസന്ധിയുടെ വക്കിലാണ്. യഥാർത്ഥത്തിൽ മേഖലയിലെ യഥാർത്ഥ സൈനിക ശക്തികളുടെ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വരുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ. അമേരിക്കയുടെ 3ാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ വരവ് എന്നത് പാകിസ്ഥാന്റെ മധ്യസ്ഥതയുടെ വില കുറയ്ക്കുക മാത്രമല്ല, സമാധാന ചർച്ചകളുടെ അന്തസത്തയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു വെല്ലുവിളിയാണ്. സമാധാനത്തിന്റെ മേശപ്പുറത്തിരിക്കുമ്പോഴും തോക്കിൻ കുഴലുകൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കേണ്ടി വരുന്ന പാകിസ്ഥാന്റെ ഈ ദൗത്യം വിജയിക്കണമെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സൈനിക വാശിക്ക് കുറവുണ്ടാകുക തന്നെ വേണം. അല്ലാത്ത പക്ഷം ചരിത്രത്തിൽ മധ്യസ്ഥനാകാൻ ശ്രമിച്ച ഒരു രാജ്യത്തിന്റെ ശ്രമങ്ങൾ മാത്രം ബാക്കിയാകും. പാകിസ്ഥാന്റെ ഈ നയതന്ത്ര ദൗത്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വഞ്ചനയായി തോന്നുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. തങ്ങളെ ചതിക്കുകയാണോ പാകിസ്ഥാൻ എന്ന സംശയം ഇറാൻ നേതൃത്വത്തിൽ ഉയരുന്നത് സ്വാഭാവികം മാത്രമാണ്. കാരണം നയതന്ത്രത്തിൽ സൗഹൃദത്തെക്കാൾ ഉപരിയായി തന്ത്രങ്ങൾക്കാണ് മുൻതൂക്കം ലഭിക്കുന്നത്. ഇറാനും പാകിസ്ഥാനും തമ്മിൽ ദീർഘകാലമായുള്ള ചരിത്രപരമായ ബന്ധമുണ്ട് എങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ സംശയിക്കാൻ വകയുണ്ട്. അമേരിക്കയുമായി പാകിസ്ഥാൻ പുലർത്തുന്ന തന്ത്രപരമായ സൈനിക ബന്ധം ഇറാൻ പലപ്പോഴും ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത്. സമാധാനത്തിന്റെ പേരിൽ ഇറാനെ ചർച്ചകളിലേക്ക് ക്ഷണിക്കുമ്പോഴും മറുവശത്ത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിൽ തമ്പടിക്കുന്നത് ഒരു ആസൂത്രിതമായ നീക്കമായി ഇറാൻ വിലയിരുത്തുന്നു. സമാധാന ചർച്ചകൾ ഒരു മറയാക്കി ഇറാനെ കൂടുതൽ ദുർബലപ്പെടുത്താനും അമേരിക്കൻ അജണ്ടകൾ നടപ്പിലാക്കാനും പാകിസ്ഥാൻ കൂട്ടുനിൽക്കുന്നു എന്ന തോന്നൽ ഇറാൻ ഭരണകൂടത്തിന് ഉണ്ടായേക്കാം. ഇത്തരമൊരു സാഹചര്യത്തിൽ ചർച്ചകൾക്ക് വരുന്നത് തങ്ങളെ ചതിക്കാനാണെന്ന ബോധം ഇറാനിൽ ശക്തമാക്കും. മാത്രമല്ല, സൗദി അറേബ്യയുമായും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായും പാകിസ്ഥാൻ പുലർത്തുന്ന ഉച്ചബന്ധം ഇറാൻ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഈ രാജ്യങ്ങളുമായി ചേർന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയാണെന്നും ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയിൽ പാകിസ്ഥാൻ ഭാഗമാണ് എന്നുമുള്ള സംശയം ഇറാൻ ഉയർത്തിയേക്കും. നയതന്ത്ര തലത്തിൽ മധ്യസ്ഥനാണെന്ന് അവകാശപ്പെടുമ്പോഴും പ്രായോഗിക തലത്തിൽ പാകിസ്ഥാൻ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന സമാധാന ഫോർമുലകൾ വെറും പ്രഹസനമാണെന്നും ഇറാനെ അമേരിക്കയുടെ തടവറയിലേക്ക് എത്തിക്കാനുള്ള ഒരു കെണിയാണ് എന്നുമുള്ള ചിന്ത സ്വാഭാവികമായും ഉയർന്നു വരുന്നു. അമേരിക്കയുടെ ഈ പുതിയ സൈനിക വിന്യാസം പാകിസ്ഥാന്റെ വിശ്വാസത്തെ തന്നെ പൂർണ്ണമായും തകർക്കുന്ന ഒന്നാണ്. ഒരു വശത്ത് ചർച്ചകളുടെ മേശയിൽ പാകിസ്ഥാൻ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറുവശത്ത് അമേരിക്കൻ കപ്പലുകൾ ഇറാൻ അതിർത്തിയിൽ സൈനികാഭ്യാസങ്ങൾ നടത്തുന്നത് പാകിസ്ഥാന്റെ വാക്കുകളെ അപ്രസക്തമാക്കുന്നു. തങ്ങളെ വഞ്ചിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന വികാരം ഇറാനിലെ സാധാരണക്കാരിലും ഭരണകൂടത്തിലും വളരുന്നത് അവരുടെ ഭാവിയിലെ ഉഭയകക്ഷി ബന്ധങ്ങളെയും ബാധിച്ചേക്കാം. സമാധാനം എന്ന പേരിൽ പാകിസ്ഥാൻ അമേരിക്കയെ സഹായിക്കുകയാണോ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ഇറാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകും. ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥത ഒരു ഇരട്ടത്താപ്പും നയമാണെന്ന വികാരം ഇറാനിൽ ശക്തമാകുവാൻ ഇതിലൂടെ വഴിയൊരുങ്ങി. അമേരിക്കയുടെ സൈനിക സമ്മർദ്ദത്തിന് കൂട്ടുനിന്നുകൊണ്ട് സമാധാനം സംസാരിക്കുക എന്നത് നയതന്ത്രത്തിൽ വളരെ അപകടകരമായ ഒരു കളിയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു നിഷ്പക്ഷ മധ്യസ്ഥനല്ല, മറിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. ഈ തിരിച്ചറിവ് പാകിസ്ഥാന്റെ നയതന്ത്രപരമായ തകർച്ചയ്ക്ക് തന്നെ കാരണമായേക്കാം. പശ്ചിമേഷ്യയിലെ ഈ സങ്കീർണമായ രാഷ്ട്രീയ കളത്തിൽ ചതിക്കപ്പെടുകയാണെന്ന ബോധം
ഇറാനിൽ ഉറച്ചാൽ പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തകരുക മാത്രമല്ല, ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.